കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും, കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിൻചൊല്ലാൻ കൽപ്പിച്ച നായക, നിൻ ദിവ്യ രക്തത്താലെൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യ രക്തത്താലെൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, സിദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകളെ പതിപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ സ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടി സഹിച്ച് അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തെ പ്രതിഷ്ഠിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശ്വകൃഷ്ണൻ ലോകത്തെ. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി. അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അവരുടെ മേൽ കൃപണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേ എതിരെ വരുന്നത് കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖ സങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണ നേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടു പോകുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശ് ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ ഹൃദയത്തിൽ 6-ാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകം. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കർണാർദ്രമായിരിക്കുവാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലം, ഈശോ മിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. വേണ്ടി രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് 2-മതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8-ാം സ്ഥലം, ഈശോ മിശിഹ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വേണ്ടി രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓർസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങൾ 9-ാം സ്ഥലം, ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടതുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും.
കാരുണ്യവാനായ ഈശോയെ, അങ്ങ് സ്ലീവാമരത്തിൻ കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടി മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 10-ാം സ്ഥലം, ദിവരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശ്വപുരുഷനാൽ ലോകത്തെ വീണ്ടും. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശ്വപുരുഷനാൽ ലോകത്തെ. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് സ്ലീവാ മരത്തിൽ മേൽ തറയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശ്വപുരുഷനാൽ ലോകത്തെ. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടി മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചായിരിക്കാനും ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ ഹൃദയത്തിൽ. 13-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശ്വപുരുഷനാൽ ലോകത്തെ. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലങ്ങളും പതിച്ചെറളണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശ്വപുരുഷനാൽ ലോകത്തെ വേണ്ടി. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരം എടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് മനോഗണം ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ.
ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാവുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും മരിക്കുകയാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ജെനി പരിചയപ്പെടുത്തും. നമ്മുടെ സമയം ഇച്ചിരി താമസിച്ചതുകൊണ്ട്. ഇന്നുള്ളവരെ, നമ്മുടെ നോമ്പുകാല ചിന്തയായ തീർത്ഥയാത്രയിൽ നിന്ന് 32-ാം ദിനമായ ഈ ഇന്നേ ദിവസം നമ്മളോട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വചനം നമ്മളോട് പങ്കുവയ്ക്കാൻ എത്തുന്നത് പ്രിയ ചേച്ചിയാണ്. പ്രിയ ചേച്ചി ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പിലെ ആ കൂട്ടായ്മയിലെ എലീസയുടെ പ്രിയപ്പെട്ട പത്നിയാണ്. സുവിശേഷത്തിന് വേണ്ടിയിട്ട് തന്റെ കുടുംബവും താനും സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഒത്തിരിയേറെ സഹനങ്ങൾ എടുത്ത് ജീവിതത്തിൽ അങ്ങനെയാണ് അവർ ആ ഒരു ക്രിസ്തുവിന്റെ സുവിശേഷം ഇത്രമാത്രം അനേകരോട് പ്രഘോഷിക്കാൻ തക്കവിധത്തിൽ അത് വളർത്തിയെടുത്തത്. ആ ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് പ്രിയ ചേച്ചിയെ ക്ഷണിക്കുന്നു. പ്രിയ ചേച്ചി. അതെ വരുന്നു. എവിടെ പോയി? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാണാൻ കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് കൂടെ ഒന്ന് മധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണം. ആമേൻ. ഇതാണ് പരിശുദ്ധ. എല്ലാവർക്കും കാണാവോ, കേൾക്കാവോ? കാണാൻ കേൾക്കാൻ ചേച്ചി. സ്റ്റക്കാണോ എന്റെ? അല്ല അല്ലെ, വീഡിയോ സ്റ്റക്കായ പോലെ. കാണാൻ കേൾക്കാം ചേച്ചി, ധൈര്യമായിട്ട് പറഞ്ഞു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് പ്രിയ. ഞങ്ങൾ എറണാകുളത്താണ്. എന്റെ ഹസ്ബൻഡ് എൽവിസ്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 28 വർഷമായി. ദൈവം ഞങ്ങൾക്ക് 14 മക്കളെ നൽകി അനുഗ്രഹിച്ചു. 7 പേര് മിസ്കാരേജ് ആയിപ്പോയി. 5-ാമത്തെ, 7-ാമത്തെ, പിന്നെ 9-ാമത്തെ, പിന്നെ 10, 11, 12, 13 അങ്ങനെ 7 മിസ്കാരേജസ് എനിക്കുണ്ടായി. ആദ്യത്തെ 3 ഒരു 6 മാസത്തിലും പിന്നത്തെ 3 മാസത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വലിയ കരുണയാൽ 7 മക്കളെ ദൈവം തന്നു. അവരിപ്പോഴുണ്ട് ഞങ്ങളുടെ കൂടെ. ഏറ്റവും മൂത്തയാള് കല്യാണം കഴിഞ്ഞു. ആള് ഇവിടെ അടുത്ത് തന്നെയാണ്, എറണാകുളത്ത് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 3 മക്കളുണ്ട് മൂത്താൾക്ക്. പിന്നെ ഇളയാള് 7 വയസ്സ്. അപ്പോ ബാക്കിയുള്ളവരെല്ലാം 2 വയസ്സ് കുറവൊക്കെയാണ്. എല്ലാരും കോളേജിലാണ്. ഇളയാള് മാത്രം 1-ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അതാണ് എന്നെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ. ഞങ്ങളിവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് നടത്തുകയാണ്. ഇവിടെ ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് റിട്രീറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദൈവ ശുശ്രൂഷയിൽ കഴിഞ്ഞു പോകുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നത്, നോയമ്പ് കാലത്ത് നമ്മളെല്ലാവരും ഒത്തിരി കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുന്ന ആണ് അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും നല്ല ക്രിസ്ത്യാനികൾ എല്ലാവരും ഇറച്ചിയും മീനും ഒക്കെ മാറ്റി വെക്കും. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മള് വർജിക്കുക. അത് നമ്മളെ ശരീരത്തിന് താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെക്കുക.
പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നൊയമ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ ഒരു വിശുദ്ധീകരണമാണ് ഈ ഒരു സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ ഒരു അനുതാപം, നമ്മളിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ദൈവമായിട്ടുള്ള ബന്ധം ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? നമ്മളിപ്പം തിരക്കുള്ള ജീവിതമാണ് അല്ലെ നമ്മുടെ ലൈഫിൽ. ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബം, ജോലി, അങ്ങനെ ഒത്തിരി തിരക്കുകളുണ്ട്, ശുശ്രൂഷകൾ, എല്ലാം തിരക്കുകളുണ്ട്. പക്ഷെ ആ തിരക്കില് നമുക്ക് ചിലപ്പോൾ ദൈവത്തെ മിസ്സായി പോവാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മളൊരു ഓട്ടത്തിലാണ്, കർത്താവിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണെങ്കിൽ പോലും കർത്താവിനെ മിസ്സാവരുത്. നമ്മൾ ഇടയ്ക്കെങ്കിലും നമുക്ക് എനിക്കറിയാം ഒത്തിരി പേര് ഭയങ്കര തിരക്കാണ്, പക്ഷെ അവർക്ക് ഈശോയുടെ കൂടെ ഇരിക്കാൻ പോലും സമയമില്ല. അതാണ് അവസ്ഥ. ഈശോയുടെ കൂടെ ഇരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ് സേവിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു ഇതൊരു തിരിച്ചു നോക്കലാണ്, ശരിക്കും ഒരു തിരിച്ചുവരവായിരിക്കണം ഈ നൊയമ്പ് കാലം എന്ന് പറയുന്നത്. നമ്മുടെ ഈ തിരക്കിനിടയിൽ ഒന്നിരുന്ന് ഈശോയുടെ കൂടെ ഇരുന്ന് ഈശോ എന്താണ് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇനി എടുത്തു മാറ്റേണ്ടത്, എന്താണ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതായിട്ട് എൻ്റെ ലൈഫിലുള്ളത്, ഇതൊക്കെ ഒന്ന് മനനം ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഒരു അനുതാപം ഉണ്ടാകുക എന്നുള്ളതാണ് ശരിക്കും നൊയമ്പ് കാലത്ത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പം എൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ ഞാൻ എപ്പോഴും പറയും, ഈ താല്പര്യം ഇല്ലാത്ത ഇപ്പൊ കുറെ ഇളയ 2 മക്കൾക്കൊന്നും മീനൊന്നും വലിയ താല്പര്യമില്ല. ആ മീൻ മാറ്റി വെച്ചിട്ട് എന്താ കാര്യം? താല്പര്യമില്ലാത്ത സാധനം മാറ്റി വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ചില ഗെയിംസ്, അല്ലെങ്കിൽ കളിക്കാൻ പോക്ക്, ടർഫ് കളിക്കാൻ പോക്ക്, അങ്ങനെയുള്ള ചില കാര്യങ്ങള് അതാണ് ചേർക്കും. നമ്മൾക്ക് ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ മാറ്റിവെക്കാൻ പറ്റിയാൽ അതാണ് വലിയ കാര്യം. അപ്പൊ അങ്ങനെ മാറ്റിവെച്ച് അപ്പൊ അവരിൽ തന്നെ ഒരു വിശുദ്ധീകരണം സംഭവിക്കുക. ആ ബാക്കി എല്ലാവരും പോകുമ്പോഴത്തേക്ക് അവർക്കൊരു വിഷമം. അപ്പൊ എന്ത് ഈശോയെ വിഷമിക്കാൻ വേണ്ടിയല്ല കേട്ടോ നമ്മൾ ഇതെല്ലാം മാറ്റിവെക്കുന്നത്. സന്തോഷത്തോടുകൂടി ഈശോയോട് നന്ദി പറഞ്ഞ് നമ്മളത് എടുക്കുക. അപ്പൊ അങ്ങനെ ഒരു വിശുദ്ധീകരണം നമ്മുടെ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ ലൈഫിലൊക്കെ ശരിക്കും പറയാൻ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ജീവിതത്തില് ഞാൻ പറയും എനിക്ക് തോന്നുന്നു 4ാമത്തെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് എനിക്ക് മിസ്കാരേജസ് തുടങ്ങി. പിന്നെ എനിക്ക് 4 മാസം ബ്ലീഡിങ് ഒക്കെ തുടങ്ങും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കിടപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു കിടന്നിട്ടുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു. ഒരു 9 മാസം അവര് കിടപ്പാണ്. 8ാമത്തെ ഡെലിവറി സത്യം പറയാം ഫുൾ കിടപ്പായിരുന്നു. മറ്റത് കുറച്ചെങ്കിലും വീട്ടിൽ കൂടെയൊക്കെ നടക്കായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത്, ആ 8ാമത്തെ മോന്റെ ഡെലിവറിക്കാണ് ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഈശോയെ അറിഞ്ഞൊരു സമയം. കാരണം നമുക്ക് ശരിക്കും സഹനങ്ങളിലൂടെയാണ് ഈശോയെ കൂടുതൽ. ഞാൻ ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ നന്ദി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ എനിക്ക് ഇത്രയധികം മിസ്കാരേജസ് എൻ്റെ ലൈഫിൽ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നെന്ന് ഞാൻ പറയാം. കാരണം ഈ മിസ്കാരേജസ് എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഈ ബ്ലീഡിങ്ങും കിടപ്പും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഈശോ ഇത്ര അറിയില്ലായിരുന്നു. ശരിക്കും ഏറ്റവും നല്ലൊരു ഹണിമൂൺ ടൈം വിത്ത് ജീസസ്, അത് ഞാൻ പറയും അതെന്റെ ആ ഒരു സഹന സമയത്തായിരുന്നു. ഞാൻ എപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാല് ഹസ്ബൻഡിനേക്കാളും കൂടുതൽ ഞാൻ പറയും ഞാൻ ആശ്രയിച്ചിരുന്ന തമ്പുരാനിലായിരുന്നു. ഒരു എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ 8ാമത്തെ ഡെലിവറിക്ക് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, ആ പ്രസവ കിടപ്പിന്റെ സമയത്ത്, ബെഡ് റെസ്റ്റിന്റെ സമയത്ത് എൽബസേട്ടന് ഓസ്ട്രേലിയയിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പൊ ഒരു 40 ദിവസം പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പൊ ഇത് നേരത്തെ നിശ്ചയിച്ച കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയതും എനിക്ക് ബ്ലീഡിങ് ആയതും ഒക്കെ, ഞാൻ കിടപ്പായതും. അപ്പോ അവര് വന്ന് അപ്പൊ എൽബസേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിന്റെ ഭാഗത്തുനിന്ന് എന്താ ഞാൻ പറയേണ്ടത് അവരോട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് വചനം എടുത്തപ്പോഴത്തേക്കും ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനം കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, എന്റെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഉറപ്പാണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡബിൾ ഉറപ്പാന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു സമയത്ത് എൽസേട്ടൻ പോയി. ആ ഒരു 40 ദിവസം ശരിക്കും തമ്പ്രാന്റെ കൂടെയുള്ള ഒരു അടിപൊളി ദിവസങ്ങളായിരുന്നു. കാരണം ഒരു 10ഉം 18ഉം കൊന്ത ഞാൻ അവിടെ കിടന്ന് ചൊല്ലുമായിരുന്നു. 5 പേരുണ്ട് എനിക്ക്.
അന്നേരം പുറത്ത് 5 പേരുണ്ട്. ആ 5 പേരുടെ സ്കൂളിൽ പോക്ക്. ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ ഞാൻ യെസ് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എനിക്ക് സഹായിക്കാൻ ആരും ഇല്ലാട്ടോ വീട്ടില്. ഒരു 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 ചേച്ചിയുണ്ട് എന്നെ സഹായിക്കാൻ. ആ ചേച്ചി പ്രായമായ ചേച്ചി. ആ ചേച്ചിയെ കൊണ്ടൊന്നും വീട് ഓടത്തില്ല സത്യം പറഞ്ഞാൽ. അപ്പോ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ദൈവദൂതനെ പോലെ എൻ്റെ ഒരു കസിൻ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളിവിടെ കുറെ യൂത്ത് പിള്ളേര് എപ്പോഴും വീട്ടിലൊക്കെ വന്ന് താമസിക്കുകയും പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉള്ള ഒരു യൂത്ത് കുട്ടി പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിലോട്ട് വന്നു. ഇതൊന്നും അറിയാതെയാ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന്, ജലോണി എന്നാ പേരെ, വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ ഹോസ്റ്റല് റെനോവേഷൻ നടക്കുക, ഞാൻ ഒരു 2 മാസത്തെ കൂടെ താമസിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. എന്താ ചേച്ചി? അപ്പൊ മനസ്സിലായില്ല കാര്യം എന്താണ്. അപ്പൊ പറഞ്ഞു ഒന്നുമില്ല, എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സമയത്ത് ദൈവം അയച്ച ദൈവദൂതനാണ് ശരിക്കും ഡെലോണി ഈ സമയത്ത് എനിക്ക്. ഡെലോണിക്ക് അന്നേരം പെട്ടെന്ന് കാര്യമൊന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നീട് ആ ഒരു 40 ദിവസം എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിച്ചത് ആ കുട്ടിയായിരുന്നു. അത്രമാത്രം എനിക്ക് ഒരു എന്ത് കാര്യവും ആവശ്യ പിള്ളേരെയൊക്കെ കാലത്ത് എഴുന്നേപ്പിച്ച് സ്കൂളിൽ വിടുകയും എന്നോടെല്ലാം ചോദിച്ച് എല്ലാം ചെയ്യുകയും ഒരൊറ്റ കിടപ്പായിരുന്നു ഞാൻ അവിടെ. പക്ഷെ 10ഉം 18ഉം കൊന്ത എനിക്ക് ചൊല്ലാൻ പറ്റി. പരിശുദ്ധമ്മയായിരുന്നു ശരിക്കും ആ കുടുംബം കൊണ്ടു നടന്നത്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ശരിക്കും ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈശോ എനിക്ക് ഈ സഹനം വന്നു? എന്തുകൊണ്ട് എനിക്ക് ദൈവത്തിന് പിന്നെ എല്ലാ മിസ്കാരേജസിലും ഞാൻ ഈശോയോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്കിത് വന്നു. പക്ഷെ ഈശോ എപ്പോഴും എന്നെ തിരുത്താറുണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ ഉണ്ടായ ഒരു തിരുത്തല്, ഞാൻ കുറെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. നെൽവിച്ചേട്ടൻ ഭയങ്കര തിരക്കല്ലേ, പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വിട്ടേക്കും. അപ്പൊ ഞാൻ പിന്നെ അതിനുള്ള കൃപ നമ്മുടെ വീട്ടിൽ കിട്ടുമല്ലോ. അപ്പൊ പിന്നെ വീട്ടിലെ കാര്യം മുഴുവൻ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കി അറിയാതെ ഒരു അഹങ്കാരത്തിന്റെ കൊമ്പ് മുഴുവൻ ഞാനാണ് ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയ അഹങ്കാരത്തിന് ശരിക്കും ആ ഒരു 9 മാസം കൊണ്ട് എനിക്ക് മനസ്സിലായത്, ഈ വീട്ടിലെ ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല, എല്ലാം തമ്പുരാനാ ചെയ്യുന്നു. അതെന്നെ ശരിക്കും തമ്പുരാൻ പഠിപ്പിച്ചു തന്നു. നിന്റെ ഒന്നും കഴിവുകൊണ്ടല്ല ഇവിടുത്തെ കാര്യങ്ങൾ ഓടുന്നതെന്ന് ശരിക്കും പ്രൂഫ് സഹിതം എന്നെ കിടത്തി പഠിപ്പിച്ചു തന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെയാണ് ഈശോ ആ സമയത്ത് നോക്കിയത്. പിള്ളേർക്കൊക്കെ പരീക്ഷയ്ക്ക് ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക്, ഞാനൊരു കുന്തവും നോക്കുന്നില്ല. പക്ഷെ ഇതായിരുന്നു കൃപ. ആ സമയം ഒരു ബ്യൂട്ടിഫുൾ ടൈമായിരുന്നു. കൃപയുടെ സാധനങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൃപ ലഭിക്കുക. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ അപ്പോഴാണ് ദൈവം നമുക്കത് കൃപ എന്ന് പറഞ്ഞ കൃപ തരുന്നത്. അതായത് ആ ഒരു ധൈര്യം തരുന്നത്, ആ ഒരു എന്താ പറയാ, ആ ഒരു ശക്തി കിട്ടുന്ന അപ്പോഴാണ്. ആ ഒരു സമയത്ത് ഞാൻ അറിഞ്ഞ ഒരു കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കരുതല്, അത് ബ്യൂട്ടിഫുൾ ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നും ഞാൻ നന്ദി പറയാറുണ്ട്. എനിക്കുണ്ടായ സഹനങ്ങൾ, എനിക്കുണ്ടായ മിസ്കാരേജസ്, എനിക്കുണ്ടായ ഒറ്റപ്പെടല്, എന്നെ കളിയാക്കിയത് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എന്നെ കളിയാക്കിയപ്പോഴും ഒക്കെ ഞാൻ എൻ്റെ ഈശോയെ കൂടുതൽ അടുത്തറിയാൻ ഈശോ തന്ന ഓരോ അവസരങ്ങളായിരുന്നു. അത് വേറെ ഒന്നിനോടും തുലനം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനല്ലാതായി പോയെ. ICUലൊക്കെ എനിക്ക് BP ഭയങ്കര കൂടുതലായിരുന്നേ. ഡെലിവറി ടൈമിൽ ഭയങ്കരമായിട്ട് BP ഷൂട്ടപ്പ് ആവുകൊണ്ട് ഡോക്ടേഴ്സ് എപ്പോഴും ലൈഫ് റിസ്ക് പറയും, നിർത്തണമെന്ന് എപ്പോഴും പറയും. പിന്നെ നമ്മളതൊന്നും ചെയ്യാറില്ലല്ലോ. ഡോക്ടേഴ്സും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉപദേശിക്കും, എല്ലാം നിങ്ങളുടെ തോന്നിയാസാന്നാ പറയുന്നത്. തമ്പുരാൻ പക്ഷെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. തമ്പുരാൻ തൊട്ടടുത്തുള്ള ഒരു തമ്പുരാൻ, ആ തമ്പുരാനെ ആയിരുന്നു ആ സമയങ്ങളിലെല്ലാം അനുഭവിച്ചത്. ഏറ്റവും എന്താ പറയാ, ആ സമയത്ത് നമ്മള് ആരുമില്ല, ആരും നോക്കാനില്ല, എന്റെ പേരൻസിനൊന്നും എന്നെ നോക്കാൻ വരാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത്. കാരണം എനിക്ക് എന്റെ ഇളയ അനിയത്തി കുറിച്ച് ഒരു റിട്ടാർഡഡ് കുട്ടിയാ, മന്ദബുദ്ധിയാ. അപ്പൊ അതിനെ ഇട്ടൊന്നും എന്റെ അപ്പനമ്മയ്ക്കൊന്നും വരാൻ പറ്റില്ല എന്റെ അടുത്തോട്ടൊന്നും. പിന്നെ പ്രായമായായിരുന്നു, അതുകൊണ്ട് ഞാൻ അവരെ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട്
വീട്ടിലെ എല്ലാ കാര്യവും നമ്മൾ തന്നെയാ ചെയ്യാം. പക്ഷെ ഈശോ കൂടെ ഉണ്ടായിരുന്നു. ഈശോ ഭയങ്കര അടുത്തുണ്ടായിരുന്ന സമയമായിരുന്നു എന്റെ സഹനകാലം. അപ്പൊ ആ ഒരു കാലത്തില് ഞാൻ അറിഞ്ഞ ഒരു ഈശോയെ വേറെ എത്ര സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊന്നും അത്രമാത്രം അടുത്തില്ല. അത്രമാത്രം അടുത്തുള്ള ഒരു ഈശോയെ ഞാൻ ആ കാലഘട്ടത്തിൽ അറിഞ്ഞു. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 2 കൊറിന്തോസ് 7, 2 കൊറിന്തോസ് 5:7. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഇതുമാതിരിയുള്ള ധൈര്യം ആരെന്തൊക്കെ പറഞ്ഞാലും, ലൈഫ് റിസ്ക് വന്നാലും, എന്തൊക്കെ ഞാൻ എപ്പോഴും ഭൂമി 2 പിളർന്നാലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ധൈര്യം, ആ ധൈര്യം നമുക്ക് ഈ സഹനത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ പറയുന്നുണ്ട്, ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് മാത്രമാണ് നമുക്ക് ആകെയുള്ളൊരു ലക്ഷ്യം. അതായത് അവിടുത്തെ പ്രസാദിപ്പിക്കുക, അവിടുത്തെ തിരുഹിതം നിറവേറ്റുക. അത് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. വിട്ടുപോയി. ഓക്കെ, ഞാനത് ഒന്നും കൂടി വായിക്കാം. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്ന്. പിന്നീട് 5:15 പറയുന്നുണ്ട്, 2 കൊറിന്തോസ് 5:15. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതാണ്. അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. പാടുപീട സഹിച്ച് മരിച്ചിട്ട് നമ്മളെപ്പോഴും നമ്മുടേതായ ഇഷ്ടങ്ങള്, ലോകത്തിൻ്റെതായ ചില ഇഷ്ടങ്ങള്, ഇതിലൊക്കെയാണ് നമ്മളിപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇപ്പം ചുറ്റിനുള്ള ഞാൻ ആലോചിക്കുക, കർത്താവ് ഇത്ര അടുത്ത് നമുക്ക് എന്തും ചെയ്തു തരാൻ തയ്യാറായിട്ട് ഒറ്റ കാര്യം വേണ്ടു, അവിടുത്തെ ഹിതം നിറവേറുക. ബാക്കി എല്ലാം ദൈവം കറക്റ്റ് സമയത്ത് എല്ലാം ദൈവം ചെയ്തു തരും. അത് അനുഭവമാണ്. അല്ലാതെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ല നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങുക. എറിഞ്ഞിട്ട് എറിയുക. അത് കർത്താവ് ആഗ്രഹിക്കുന്ന. പ്രോബ്ലംസ് ഇല്ലാത്ത ആരുണ്ട്? എല്ലാവരുടെ വീട്ടിലും പ്രോബ്ലം ഉണ്ട്. ഒന്നുകിൽ രോഗം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ ഐക്യമില്ലായ്മ, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ആ പ്രോബ്ലംസിന്, ആ ഒരു പ്രശ്നത്തില് നമ്മൾ എന്ത് നിലപാടെടുക്കും. കർത്താവിനെ പ്രതി നമ്മൾ ധൈര്യത്തോടെ ചില നിലപാടുകൾ എടുത്താൽ നമ്മുടെ പ്രതികരണം എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ബ്ലെസ് ചെയ്യപ്പെടുന്നത്. എന്ത് കാര്യത്തിലും നമുക്ക് വിശ്വാസത്തിൽ നമ്മളൊരു സ്റ്റെപ്പ് എടുത്താൽ, വിശ്വാസത്തിൽ പുറത്ത് കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് എടുത്താൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒട്ടും ഒരു ആത്മീയമായ ഒരു കുടുംബത്തിൽ നിന്നൊന്നും വന്ന ആളേ അല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാൻ ധ്യാനം കൂടുമ്പോഴാണ് ഈശോയെ കുറിച്ച് ഞാൻ അറിഞ്ഞു വരുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഒരു കുടുംബം ബ്ലെസ് ചെയ്യപ്പെടുന്നത് മക്കളിലൂടെ മാത്രമാണ്. അതായത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റു പെരുകി ലോകത്തെ കീഴടക്കുക. ഇതാണ് ദൈവത്തിന്റെ ഹിതം. അപ്പൊ ഇത് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് എന്റെ പ്ലാൻ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, എൻറോളൊക്കെ ചെയ്ത് കല്യാണം കഴിച്ചതാണ്. ആ സമയത്ത് എന്റെ ഡാഡിയും വക്കീല. അപ്പൊ ഹൈക്കോർട്ടിൽ പോണം, അവിടെ ഇത് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ഡാഡിയുടെയൊക്കെ ആഗ്രഹം. പക്ഷെ അവിടുന്ന് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഇനി ദൈവത്തിന്റെ ഇഷ്ടമേ എന്റെ ജീവിതത്തിൽ നടക്കൂ. അപ്പൊ അതിനൊരു ധൈര്യം വേണം. ഡാഡി ഇത്രയധികം പ്രതീക്ഷിച്ച് എന്നെ പഠിപ്പിച്ച് ഡാഡിയുടെ കൂടെ നിർത്താൻ, ഫേമിലോട്ടൊക്കെ നിർത്തണം എന്നൊക്കെ ആഗ്രഹിച്ച് എന്നെ പഠിപ്പിച്ച് വളർത്തിയതാ. എനിക്കിതല്ലാതെ വേറെ ഒരു ലക്ഷ്യം അന്നത്തെ കാലത്തില്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ധ്യാനം കൂടി കഴിഞ്ഞപ്പം എന്റെ തല തിരിഞ്ഞെന്നാണ് ഡാഡി പറയുന്നത്. കാരണം പിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ പറയും, ദൈവത്തിന് ഡാഡി, അല്ലെങ്കിൽ എന്നെ നോക്കണ്ട എന്ന് പറയും. അവസാനം പിന്നെ ഡാഡിക്ക് ദേഷ്യമായി. പിന്നെ പറഞ്ഞു, ഇതിപ്പോ വക്കീൽ പണി നിർത്തി പ്രസവ പണി തുടങ്ങിയോ നീ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇത്രയും പഠിപ്പുണ്ടായിട്ട് നീ എന്ത് മണ്ടത്തരായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എല്ലാ 1.5 വർഷത്തിലും എനിക്ക് വയറാ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എല്ലാരും നമ്മുടെ കാര്യത്തിൽ കയറി ഇടപെടും.
എല്ലാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നമ്മുടെ കാര്യത്തിൽ ഇടപെടും. കുഴപ്പമില്ല, അത് ദൈവഹിതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, നമ്മൾ കേൾക്കേണ്ടതായിരിക്കും ഇതല്ല, അത് നമ്മുടെ എല്ലാം വിശദീകരണത്തിന് വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും മിണ്ടത്തില്ല. പക്ഷെ അപ്പോഴും കർത്താവ് എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അപ്പൊ ഡാഡി പറയുമായിരുന്നു, കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ജോലിക്ക് പോകാൻ വയ്യേ, പിള്ളേരുണ്ടായപ്പോ എന്താ കുഴപ്പം, അതിനിപ്പോ എന്താ, ജോലിയുള്ളവരൊക്കെ മക്കളില്ലേ, അവർക്കൊക്കെ മക്കളില്ലേ, അതിനിപ്പോ നീ എന്തിനാ ഇപ്പൊ ജോലി വേണ്ടാന്ന് വെക്കുന്നേ? ഞാൻ പറഞ്ഞു, എന്റെ ഡാഡി, ദൈവം ആഗ്രഹിക്കുന്ന അത്ര മക്കളെ ആഗ്രഹിക്കുന്ന സമയത്ത് സ്വീകരിക്കണമെങ്കിൽ ഞാൻ ജോലി മാറ്റി വെച്ചേ പറ്റും. അല്ലെങ്കിൽ ഡാഡി നോക്കൂ, ഈ 5 6 7 ഒക്കെ ദൈവം എനിക്ക് തന്നാൽ, അന്ന് എനിക്ക് അത്ര ഇല്ല കേട്ടോ, ഞാൻ എന്റെ അതിനു മുമ്പേ പറഞ്ഞ കാര്യം, 5 6 7 8 9 ഒക്കെ മക്കളെ എനിക്ക് ഈശോ തന്നാല് അവരെയൊക്കെ ഡാഡി എത്ര പേരെ ഡാഡിക്ക് മമ്മിക്കും നോക്കാൻ പറ്റും? നിങ്ങൾക്കൊന്നും നോക്കാൻ പറ്റില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ മക്കളെ അമ്മമാരെ തന്നെ നോക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ പണിക്ക് ഇറങ്ങണില്ല, അതെന്റെ തീരുമാനമാണ്. അതൊരു വലിയ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ലൈഫിലെ, ശരിക്കും ഒരു 180 ഡിഗ്രി ടേൺ ആയിരുന്നു ശരിക്കും ആ ഒരു തീരുമാനം. പക്ഷെ ആ തീരുമാനം ധൈര്യത്തോടുകൂടി എനിക്ക് ഡാഡിയോട് പറയാൻ സാധിച്ചു. അതാണ് ദൈവത്തിന്റെ കരുണ. എത്രയൊക്കെ കടപ്പാടുണ്ടെങ്കിലും, എത്രയൊക്കെ നമ്മൾ ഒരാൾക്ക് വിധേയപ്പെടണമെന്നെങ്കിലും, ഇപ്പൊ എനിക്കറിയാം ഡാഡിനെയൊക്കെ, ഡാഡിന്റെ സ്നേഹം കൊണ്ടാണ് ഡാഡി പറയുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഒരു നല്ല അമ്മയാകുകയാണെങ്കിൽ, ഒരു നല്ല എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാനത് എങ്ങനെ പറഞ്ഞു. കാരണം അത്രമാത്രം പ്രതീക്ഷയോടെയാണ് എന്റെ ഡാഡി അന്ന് LLB പാസ്സാക്കിയതും ഒക്കെ ഒത്തിരി. പക്ഷെ എനിക്കറിയാം വിഷമം ഉണ്ടായിരുന്നതാണ് ഡാഡിക്ക്, ഉറപ്പായിട്ടും വിഷമമുണ്ട്. പക്ഷെ അവസാനം ഡാഡി ഇപ്പൊ മരിച്ചപ്പോഴും ഒരു കാര്യം പറഞ്ഞു, മോളെ എനിക്ക് ഒരു കാര്യത്തില് സന്തോഷമുണ്ട്, നീ അന്നെടുത്ത തീരുമാനം ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്നാണ് ഞാൻ അന്ന് കരുതിയത്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ജോലിയുള്ളവരെ, വക്കീലത്തി പെണ്ണുങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം കാറുണ്ട്, വീടുണ്ട്, എല്ലാ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് കുടുംബമില്ല. നിങ്ങൾക്ക് നല്ല സമാധാനമുള്ള ഒരു കുടുംബമുണ്ട്, നല്ല മക്കളുണ്ട്. അതൊരു വലിയ സമ്പാദ്യം തന്നെയാണ്. ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. ഡാഡിയുടെ വായന ഇത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇതിനും വലിയ വേറൊരു കാര്യമില്ല. ദൈവമാണ് നമ്മളെ ശരിക്കും നയിക്കുന്നത്. ചില തീരുമാനങ്ങൾ, ചില നിലപാടുകൾ നമ്മൾ ചില സമയത്ത് എന്തൊക്കെ സംഭവിച്ചാലും ജീവൻ പോണ്ടി വന്നാൽ പോലും നമ്മൾ അവിടെ ആ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പ്രതികരണമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഞാൻ എന്റെ ഒരു ടെസ്റ്റിമണി പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്, ഈ ഒരു ചിന്തയില് നമുക്ക് ഷിജു സമയമായു അല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? നല്ല തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോയമ്പ് കാല സമയത്ത് നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാനും, നമ്മള് ഒന്ന് ഈശോയോട് ചേർന്നിരുന്ന് ദൈവം എവിടെയൊക്കെയാണോ നമ്മൾ വഴിതെറ്റിപ്പോയത് അവിടെ നിന്നെല്ലാം തിരിച്ചു വന്ന് ആ തമ്പുരാന്റെ ആ സ്നേഹപൂർണതയിലേക്ക് ഞങ്ങളെ നയിക്കുവാനും അവിടുന്ന് കരുണയാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ സഹായം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിൽ ഓടി വന്ന നിന്റെ അങ്ങയുടെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഓരോനെങ്കിലും അപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയുടെ മാതാവേ, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ പാത്രം ഞാനെന്ന് നെടുവർപ്പെട്ട കടന്നിരുത്തി പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ചു വരുന്ന മാതാവി, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടലാണമേ. ആമീൻ. ചേച്ചി പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ആ ജീവിതാനുഭവങ്ങളിലൂടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ചേച്ചി തൊട്ടു. വർഷങ്ങളായിട്ട് ചേച്ചി അറിയാം, എപ്പം കണ്ടാലും പുഞ്ചിരിക്കുന്ന മുഖവും സ്നേഹത്തിന്റെ ഒരു സാന്നിധ്യമായിട്ട് എപ്പോഴും ചേച്ചിയുണ്ട്. കുടുംബം മുഴുവൻ സുവിശേഷത്തിന്റെ വലിയ സജീവ സാന്നിധ്യമാണ്. ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും തങ്ങൾക്ക് ദൈവം നൽകിയ എല്ലാ കൃപകളും നന്മകളും
എല്ലാ മനുഷ്യരുടെയും പക്കലേക്ക് എത്തിക്കുന്നത് കൊണ്ടും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ് ഈ കുടുംബം നമ്മോട് എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബവും ഇത്തരണത്തിൽ, അല്ലെങ്കിൽ അപ്പസ്തലൻ പറഞ്ഞ പോലെ അനുകരിക്കുന്നവർ എന്നെ അനുകരിക്കുവിൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു നമുക്ക് മുമ്പിൽ ഒരു മോഡലാണ്. നമുക്ക് പ്രിയ ചേച്ചിയും അടുത്ത ദിവസങ്ങളിൽ എൽവിസയൊക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ചേട്ടനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട്, അവരുടെ മിനിസ്ട്രി ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ഒപ്പം കഴിഞ്ഞു പോയ ദിനങ്ങളിലെല്ലാം വചനം പങ്കുവെച്ചവർ, തുടർന്ന് വചനം പങ്കുവെക്കാനുള്ളവരെല്ലാവരെയും ഓർത്ത് നമുക്കൊന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ ഓണാക്കി ഹല്ലേലൂയ, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു, കർത്താവെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഓർക്കാം. ഓരോരുത്തരുടെയും നിയോഗങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ കർത്താവെ നിന്റെ മുറിവേറ്റ കരത്താൽ നീ ആശീർവദിക്കുകയും ഓരോ നിയോഗങ്ങളുടെ മേൽ നീ ഇടപെടുകയും ചെയ്യണമേ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അവരെല്ലാം ഓർക്കുന്നു. ഹോളി ഹോം മിനിസ്ട്രിയെയും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, പ്രത്യേകമായിട്ട് എല്ലാം നടക്കുന്ന ഓഫ്ലൈൻ പ്രോഗ്രാം, ഇടവക പ്രോഗ്രാം, ഇപ്പോൾ ഞങ്ങൾ മലയാറ്റൂര് നടന്നുകൊണ്ടിരിക്കുന്ന നൈറ്റ് വിജിലെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പിതാവിന്റെയും എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും ഞങ്ങൾ തേടുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽമാലാഹയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മാതാവിനോട് നന്ദി പറഞ്ഞൊരു പാട്ട് പാടാം. ഒരിക്കൽ കൂടി പ്രിയ ചേച്ചി, ബാക്കി എല്ലാവർക്കും നന്ദി. ആ പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിപ്പം മലയാറ്റൂര് നമ്മുടെ പള്ളിയിൽ, മലയാറ്റൂർ അടിവാരത്തുള്ള നമ്മുടെ പള്ളിയിൽ ഇന്ന് നൈറ്റ് വിജിലാണ് ഹോളി ഹോമിന്റെ നേതൃത്വത്തിൽ. അവിടുത്തെ ശവക്കോട്ടയിൽ ഏറ്റവും നല്ല മനുഷ്യര് സുന്ദരമായി കിടന്നുറങ്ങുന്ന ഇടത്തിരുന്നാണ് ഞാൻ നിങ്ങളോട് വർത്താനം പറയുന്നത്. അവിടെ ബാക്കി എല്ലാവരും ഉണ്ട്. ഇന്ന് മുഴുവൻ നേരം വിളിക്കുന്നവരെ നൈറ്റ് വിജിലാണ്. നിങ്ങളായിരിക്കുന്നിടത്ത് പ്രാർത്ഥനയിൽ തുടരാം. നമ്മളെ മിഷനെ കുറിച്ച് ഓർക്കാം, നമ്മുടെ മിഷൻ യാത്രയെ കുറിച്ച് ഓർക്കാം, എല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് പാട്ട് പാടി മാതാവിനോട് ചേർന്ന് നന്ദി പറയാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ
എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവര്, രാത്രി നേരം വെളുക്കുന്ന 5 മണി വരെ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനയിലാണ്. വിശുദ്ധ ഖുർആൻ എടുത്ത് വെച്ച ആരാധനയാണ്. നിങ്ങൾ ഓർക്കുക, നാളെ 7 മണി മുതൽ നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ തുടങ്ങും, കാര്യങ്ങൾ നടക്കും. മിഷന് പോകുന്ന കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് ഞങ്ങൾ സമീക്ഷയിൽ എമാനുവലിന്റെ അടുത്ത് പ്രാർത്ഥനയിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാവർക്കും ധാരാളം അനുഗ്രഹം നിറഞ്ഞ ഒരു രാത്രി പ്രത്യേകമായി നാളത്തെ ദിനം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി എൻഡ് ചെയ്യാണ്.